السلام عليكم. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഈ സംഗമത്തിന്റെ ആദരണീയനായ അധ്യക്ഷൻ ജമാഅത്തെ ഇസ്ലാമി സംസ്ഥാന സെക്രട്ടറി അബ്ദുൽ ഹക്കീം നദ്വി സാഹിബ്, ഈ സംഗമത്തിൽ നമ്മെ അഭിമുഖീകരിച്ച് പ്രഭാഷണം നിർവഹിക്കുന്ന ബഹുമാന്യനായ ചെമ്മനാട് മഹല്ല് ഖാദി VM അബ്ദുസ്സലാം മൗലവി അൽ ഖാസിമി, ജമാഅത്തെ ഇസ്ലാമി സംസ്ഥാന സെക്രട്ടറി സഹോദരൻ ഷിഹാബ് പൂക്കോട്ടൂർ, ജമാഅത്തെ ഇസ്ലാമി വനിതാ വിഭാഗം സെക്രട്ടറി അഫീദ അഹമ്മദ്, വേദിയിൽ ഉപവിഷ്ടരായ KM മുഹമ്മദ് ഷാഫി സാഹിബ്, അഷ്റഫ് ബയ്യാർ സാഹിബ്, സമാദരണീയരായ രക്ഷിതാക്കളെ, സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, മഹാനായ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നാം ഏറെ പറയുകയും ഏറെ കേൾക്കുകയും പ്രവാചക ജീവിതത്തോട് നാം ഏറ്റവും കൂടുതൽ അടുത്തു നിൽക്കുകയും ചെയ്യുന്ന ഒരു കാലയളവാണിത്. നേരത്തെ ഹക്കീം സാഹിബ് അതിൻ്റെ ആചാരതലത്തെയും ആചാര അനുഷ്ഠാനപരതയെയും അതിൻ്റെ ചരിത്രപരമായ പ്രാധാന്യത്തെയും കുറിച്ചെല്ലാം നമ്മോട് സംസാരിച്ചു. യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായി ചേർന്ന് നിൽക്കുന്ന ഒരു വിഭാഗമാണ് നമ്മൾ ഓരോരുത്തരും. നമ്മുടെ ഈമാൻ പൂർണ്ണമാകുന്നത് അള്ളാഹുവിലുള്ള വിശ്വാസം പോലെ തന്നെ പ്രവാചകൻ നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലുള്ള വിശ്വാസം കൂടി ചേരുമ്പോഴാണ്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലുള്ള വിശ്വാസം എന്നതുപോലെ തന്നെ പ്രധാനമാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം എന്ന് പറയുന്നത്. നമ്മുടെയൊക്കെ മനസ്സിൽ ഉണ്ടാകേണ്ടുന്ന വികാരമാണ് പ്രവാചക സ്നേഹം. പ്രവാചക സ്നേഹത്തിനും പ്രവാചക സ്നേഹം എങ്ങനെയായിരിക്കണം എന്നതിനുമൊക്കെ ഈ കാലഘട്ടത്തിൽ ഗൗരവത്തോടു കൂടിയുള്ള സമീപനം നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവണം. നേരത്തെ ഇവിടെ പറഞ്ഞു, ഇസ്ലാമോഫോബിയ ശക്തമായ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്ന്. ഇസ്ലാം, മുസ്ലിം, അതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ ചിഹ്നങ്ങൾ, അടയാളങ്ങൾ, ഇവയെല്ലാം ഹെയ്റ്റ് ക്യാമ്പയിനിലൂടെ ആളുകൾക്ക് നേരെ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന അടയാളങ്ങളും അതുപോലെ തന്നെ വ്യക്തികളും ആശയങ്ങളുമായി തീർന്നിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെയുള്ള ഒരു സമൂഹത്തിനകത്ത് പ്രവാചകനും അല്ലെങ്കിൽ പ്രവാചകനെയും അവർ വെറുതെ വിട്ടിട്ടില്ല. നമ്മിൽ അധിക പേരും സോഷ്യൽ മീഡിയ ശ്രദ്ധിക്കുന്ന ആളുകളാണ്. മഹാനായ പ്രവാചകനെ കുറിച്ച് നമുക്കൊരു ചിത്രമുണ്ട്. ആ പ്രവാചകന്റെ ദൗത്യത്തെക്കുറിച്ച് നമുക്ക് കൃത്യതയുണ്ട്. ആ പ്രവാചകന്റെ ജീവിതം നമുക്ക് പകർന്നു നൽകുന്ന സന്ദേശത്തെക്കുറിച്ച് നമുക്ക് നല്ല ധാരണയുണ്ട്. അതേസമയം മഹാനായ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് സ്ത്രീലമ്പടനെന്ന്, യുദ്ധക്കൊതിയനെന്ന്, സ്ത്രീവിരുദ്ധനെന്ന്, അപരിഷ്കൃതനെന്ന് തുടങ്ങിയുള്ള ഒരുപാട് അശ്ലീലമായ അപരനാമങ്ങൾ കൊണ്ട് പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശേഷിപ്പിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്കറിയാം അള്ളാഹുവിൻ്റെ റസൂൽ കാരുണ്യമാണ് എന്ന്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. നമുക്കുള്ള കാരുണ്യമല്ല, മുസ്ലിം ഉമ്മത്തിനുള്ള കാരുണ്യമല്ല, ലോകത്തൊരുപാട് അനുഗ്രഹങ്ങൾ പ്രദാനം ചെയ്ത അള്ളാഹു സുബ്ഹാനഹു വ തആല ലോകത്തോട് ചെയ്ത കാരുണ്യമാണ് പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ പ്രവാചകൻ വെളിച്ചമാണ് എന്ന് ഇത് നമ്മുടെ മാത്രം അറിവായി പരിണമിക്കുന്നുണ്ടോ? ഇത് ലോകത്തിൻ്റെ അനുഭവമായി മാറിയിട്ടുണ്ടോ? ഞാൻ പറയുക, സമകാലിക ലോകത്ത് നമ്മൾ ആത്മപരിശോധന നടത്തുകയും നമ്മൾ ഗൗരവത്തോടു കൂടി ചിന്തിക്കുകയും ചെയ്യേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. എനിക്കെൻ്റെ പ്രവാചകൻ പ്രിയപ്പെട്ടവനാണ്, എനിക്കെൻ്റെ പ്രവാചകൻ്റെ ജീവിതത്തിലേക്കുള്ള വെളിച്ചമാണ്, എനിക്കെൻ്റെ പ്രവാചകൻ ലോകത്തേക്ക് അവതരിപ്പിച്ചിരിക്കുന്ന കാരുണ്യമാണ്,
പക്ഷെ ലോകം ഈ പ്രവാചകനെ എങ്ങനെ വായിക്കുന്നു എന്നത് എൻ്റെ കൂടി ആലോചനയുടെയും എൻ്റെ കൂടി ചിന്തയുടെയും ഭാഗമാവുക എന്നുള്ളത് പ്രധാനമാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ, യാ അയ്യുഹൻ നബി ഇന്നാ അർസൽനാക ഷാഹിദൻ വ മുബശ്ശിറൻ വ നദീറ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറ. അള്ളാഹുവിന്റെ പ്രവാചകനെ കുറിച്ച് പറഞ്ഞു. അള്ളാഹുവിന്റെ പ്രവാചകനെ അഭിമുഖീകരിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു, അല്ലയോ പ്രവാചകനെ, അങ്ങയെ നിയോഗിച്ചിരിക്കുന്നത് സത്യത്തിന്റെ സാക്ഷിയായിക്കൊണ്ടാണ്, സുവാർത്തകനായിക്കൊണ്ടാണ്, മുന്നറിയിപ്പുകാരനായിക്കൊണ്ടാണ്. വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി, അള്ളാഹുവിന്റെ മാർഗത്തിലേക്കുള്ള പ്രബോധകനായിക്കൊണ്ടാണ്. വസിറാജൻ മുനീറ, ജ്വലിച്ചു നിൽക്കുന്ന വിളക്കായിക്കൊണ്ടാണ്. ഈ കാലഘട്ടത്തിൽ മനുഷ്യ സമൂഹത്തിനിടയിൽ ജ്വലിച്ചു നിൽക്കുന്ന വെളിച്ചമാണ് പ്രവാചകൻ എന്ന വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ ലോകത്ത് പ്രവാചകൻ ജ്വലിച്ചു നിൽക്കുന്ന വിളക്കാണോ എന്ന് ചോദിച്ചാൽ ആ വെളിച്ചത്തെ ഇല്ലായ്മ ചെയ്യാൻ, അതുപോലെ തന്നെ ആ പ്രവാചകനെ കുറിച്ച് തെറ്റായ സ്വഭാവത്തിലുള്ള പ്രചാരണങ്ങൾ നടത്താൻ ലോകത്ത് വലിയ ശക്തികൾ തന്നെ ഒരുപെട്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ പ്രവാചകനോടുള്ള മുഹബ്ബത്ത്, അള്ളാഹുവിൻ്റെ പ്രവാചകനോടുള്ള സ്നേഹം, അതിൻ്റെ അർത്ഥമറിയാനും അതിൻ്റെ ആഴമടയാളപ്പെടുത്താനും ഈ കാലഘട്ടത്തിൽ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ വളരെ സിമ്പിളായിട്ട് പറയും, പ്രവാചകനോട് എനിക്ക് സ്നേഹമുണ്ടോ? ഞാൻ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ പറയും, പ്രവാചകനോട് നിങ്ങൾക്ക് സ്നേഹമുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മളെല്ലാവരും പറയും, പ്രവാചകനോട് നമുക്ക് സ്നേഹമുണ്ട്. പക്ഷേ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞതുപോലെ നമുക്ക് റസൂലുള്ളാഹിനെ സ്നേഹിക്കാൻ പറ്റിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ ഉണ്ടെന്നും ഇല്ലെന്നും പറയാൻ ആളല്ല. നിങ്ങൾ ആത്മപരിശോധന നടത്തേണ്ട കാര്യമാണ്. ഞാൻ എങ്ങനെയാണ് എൻ്റെ റസൂലിനെ സ്നേഹിക്കേണ്ടത്? ഞാൻ എൻ്റെ ഉമ്മാനെ സ്നേഹിക്കുന്നുണ്ട്, ഞാൻ എൻ്റെ ഉപ്പാനെ സ്നേഹിക്കുന്നുണ്ട്, ഞാൻ എൻ്റെ ഭാര്യയെ സ്നേഹിക്കുന്നുണ്ട്, ഞാൻ എൻ്റെ മക്കളെ സ്നേഹിക്കുന്നുണ്ട്. ഞാൻ അവരെയൊക്കെ സ്നേഹിക്കുന്നത് പോലെ അള്ളാഹുവിൻ്റെ റസൂലിനെയും സ്നേഹിച്ചാൽ മതിയാകുമോ? അവരെയൊക്കെ സ്നേഹിക്കുന്നത് പോലെയെങ്കിലും നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ സ്നേഹിക്കാറുണ്ടോ? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് പ്രവാചക സ്നേഹം എന്ന് പറയുന്നത് ഇന്ന് ആ സ്നേഹപ്രകടനത്തെക്കുറിച്ചുള്ള ആവശ്യമില്ലാത്ത സംവാദങ്ങളൊക്കെ മാറ്റി നിർത്തി, തർക്കവിതർക്കങ്ങളൊക്കെ മാറ്റി നിർത്തി, പ്രവാചക തിരുചര്യയും വിശുദ്ധ ഖുർആനും നമ്മോട് ആവശ്യപ്പെടുന്ന സ്വഭാവത്തിൽ നമ്മൾക്ക് അള്ളാഹുവിൻ്റെ പ്രവാചകനെ സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ്. നമ്മളൊക്കെ പ്രവാചക സ്നേഹത്തിന്റെ പേരിൽ മേനി നടിക്കുന്നവരോ അഭിമാനം നടിക്കുന്നവരോ അതിൽ മത്സര സ്വഭാവത്തിൽ ഇടപെടുകയോ ചെയ്യുന്നവരാണ്. ഞാൻ പറയുന്നു, മുസ്ലിം ഉമ്മത്ത് അള്ളാഹു ആഗ്രഹിക്കുന്ന, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആഗ്രഹിക്കുന്ന സ്വഭാവത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകനോടുള്ള ഹുബ്ബ് കാത്തു സൂക്ഷിച്ചിരുന്നുവെങ്കിൽ ലോകത്തിന് മുമ്പിലുള്ള പ്രവാചകന്റെ ചിത്രം മാറ്റിയെടുക്കാൻ ഈ മുസ്ലിം ജീവിതം തന്നെ മതിയായതാണ് എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അതിന് കാരണം നമുക്ക് അങ്ങോട്ട് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രവാചക സ്നേഹം എന്ന് പറയുന്നത് ലളിതമായ ഒരു കാര്യമല്ല, അത് ഗൗരവപൂർവ്വമുള്ള ഒരു ജീവിത നിലപാടാണ് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതാണ്. നമുക്കൊക്കെ പരിചിതമായ വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത് ഞാൻ പാരായണം ചെയ്യാം. നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല, നബിയെ താങ്കൾ അവരോട് പറയണം, നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ എന്നെ നിങ്ങൾ പിൻപറ്റുക, അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ എന്നെ നിങ്ങൾ, പ്രവാചകനെ നിങ്ങൾ പിൻപറ്റുക. മാത്രമല്ല അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ ഇഷ്ടപ്പെടും. അപ്പോൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ പ്രവാചകന്റെ തിരുചര്യ പിൻപറ്റുക എന്നുള്ളതാണ്. അപ്പോൾ സ്നേഹം എന്ന് പറയുന്നത് ഇത്തിബാഉ റസൂലുമായി കൂടി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഒന്ന്, പ്രവാചകനോടുള്ള മുഹബ്ബത്ത് എന്ന് പറയുന്നത് ഇത്തിബാഉ റസൂലുമായി കൂടി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. രണ്ട്, പ്രവാചകനോടുള്ള മുഹബ്ബത്ത് എന്ന് പറയുന്നത് നമ്മുടെ ഇഷ്ടം പോലെയല്ല, നമുക്ക് ഇഷ്ടമുള്ളവരെക്കാളെല്ലാം പ്രവാചകനെ ഇഷ്ടപ്പെടുക എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ, ഖുൽ ഇൻ കാന ആബാഉക്കും വ അബ്നാഉക്കും വ ഇഖ്വാനുക്കും വ അസ്വാജുക്കും വ അശീറത്തുക്കും വ അംവാലിൻ ഇഖ്തറഫ്തുമൂഹാ വ തിജാറത്തുൻ തഖ്ശൗന കസാദഹാ വ മസാകിൻ തർളൗനഹാ അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വ റസൂലിഹി വ ജിഹാദിൻ ഫീ സബീലിഹി ഫതറബ്ബസു ഹത്താ യഅതി അല്ലാഹു ബിഅംരിഹി വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ചോദിക്കുന്ന ചോദ്യമാണ്, അല്ലെങ്കിൽ നമ്മോട് പറയുന്ന കാര്യമാണ്. ഇൻകാന ആബാഉക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ മാതാപിതാക്കളാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ സഹോദരങ്ങളാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ ഇണകളാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ ബന്ധുക്കളാണ്, നിങ്ങൾക്ക് നിങ്ങൾ സമ്പാദിച്ചിരിക്കുന്ന സമ്പത്താണ്, നിങ്ങൾക്ക് നിങ്ങൾ നഷ്ടം ഭയപ്പെടുന്ന നിങ്ങളുടെ കച്ചവടമാണ്, നിങ്ങൾക്ക് നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ വീട്
എന്താണ്? അള്ളാഹുവിനേക്കാളും അവന്റെ പ്രവാചകനേക്കാളും അവന്റെ മാർഗത്തിലുള്ള ജിഹാദിനേക്കാളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എങ്കിൽ ഫതറബ്ബസോ, നിങ്ങൾ അള്ളാഹുവിന്റെ ശിക്ഷയെ കാത്തിരുന്നു കൊള്ളുക എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പഠിപ്പിക്കുകയാണ്. അപ്പൊ അള്ളാഹുവിനെ നമ്മൾ സ്നേഹിക്കുന്നു, അള്ളാഹുവിന്റെ റസൂലിനെ നമ്മൾ സ്നേഹിക്കുന്നു എന്നത് ലളിതമല്ല എന്നാണ് ഞാൻ പറയുന്നത്. എനിക്ക് എൻ്റെ റബ്ബിനോടുള്ള സ്നേഹം, എനിക്ക് എൻ്റെ പ്രവാചകനോടുള്ള സ്നേഹം എൻ്റെ ഉപ്പാനോടുള്ള സ്നേഹത്തിന്റെ മീതയാൻ, എൻ്റെ ഉമ്മാനോടുള്ള സ്നേഹത്തിന്റെ മീതയാൻ, എൻ്റെ മക്കളോടുള്ള സ്നേഹത്തിന്റെ മീതയാൻ, മുകളിലാൻ, എൻ്റെ സഹോദരനോടുള്ള സ്നേഹത്തിന്റെ മുകളിലാൻ, എൻ്റെ ഉറ്റവരും ഉടയവരുമായ കുടുംബങ്ങളോടുള്ള സ്നേഹത്തെക്കാൾ വലുതാൻ, എൻ്റെ സമ്പത്തിനോടുള്ള സ്നേഹത്തെക്കാൾ വലുതാൻ, എൻ്റെ സന്താനങ്ങളോടുള്ള സ്നേഹത്തെക്കാൾ വലുതാൻ. അതുപോലെ തന്നെ ഞാൻ ഇഷ്ടപ്പെടുന്ന എൻ്റെ വീടിനേക്കാളും എനിക്കിഷ്ടം എൻ്റെ റസൂലിനോടാണ്. നമ്മൾ എത്ര പേർക്കാണ് അത് പറയാൻ കഴിയുക? ഞാൻ പറയുക, നമ്മൾ ആത്മപരിശോധന നടത്തുമ്പോൾ നമ്മൾ എത്ര പേരാണ് അള്ളാഹുവിന്റെ പ്രവാചകന്റെ സ്നേഹത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞ ഈ മാനദണ്ഡത്തിൽ നമുക്ക് എത്താൻ കഴിയുക എന്ന് നമ്മളൊക്കെ ആലോചിക്കേണ്ടതാണ്. അതിനപ്പുറത്ത് നമ്മൾ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് അർത്ഥമില്ല. ഈ സ്നേഹം നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടോ? നമുക്കറിയാം, അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന ഹബ്ബ ഇലൈഹി മിൻ വലദിഹി വ വാലിദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളിൽ ഒരാൾ മുഅ്മിനാവുകയില്ല, നിങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകനെ ഇഷ്ടപ്പെടുന്നവരെ, എന്നെ ഇഷ്ടപ്പെടുന്നവരെ, ഏതുവരെ? നിങ്ങളുടെ മക്കളെക്കാൾ എന്നെ ഇഷ്ടപ്പെടുന്നത് വരെ, നിങ്ങളുടെ മാതാപിതാക്കളെക്കാൾ എന്നെ ഇഷ്ടപ്പെടുന്നത് വരെ, മറ്റുള്ള മനുഷ്യരെക്കാൾ എന്നെ ഇഷ്ടപ്പെടുന്നത് വരെ. നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ട കാര്യമാണ്. പ്രിയമുള്ളവരെ, നമുക്ക് അങ്ങനെ എൻ്റെ റസൂലിനെ ഇഷ്ടപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇഷ്ടം എന്ന് പറഞ്ഞാൽ, സ്നേഹം എന്ന് പറഞ്ഞാൽ, ആ സ്നേഹത്തിന് വേണ്ടി എന്ത് ത്യാഗം ചെയ്യാനും നമ്മൾ സന്നദ്ധമാകൂലേ? എനിക്ക് എൻ്റെ ഉമ്മാനോട് ഉപ്പാനോട് ഇഷ്ടമാണ്. എൻ്റെ ഉമ്മയും ഉപ്പയും രോഗിയായി കഴിഞ്ഞാൽ, അവർ ഹോസ്പിറ്റലൈസ് ചെയ്ത് കഴിഞ്ഞാൽ, അവർ ഐസിയുവിലാണ് എങ്കിൽ ഞാൻ പുറത്ത് കാത്തിരിക്കും ഉപ്പാന്റെ വിവരം കേൾക്കാൻ. എന്നിട്ട് ചികിത്സയുമായി ബന്ധപ്പെട്ടിട്ട് എന്നോട് എന്താണോ ഡോക്ടർ നിർദ്ദേശിക്കുന്നത് അതെല്ലാം കൊടുക്കാൻ ഞാൻ സന്നദ്ധമാണ്. നമ്മുടെ മക്കളാണെന്നിരിക്കട്ടെ, നമ്മുടെ ജീവൻ മക്കളാണല്ലോ. നമ്മുടെ ജീവിതം കറങ്ങുന്നത് മക്കളെ കേന്ദ്രീകരിച്ചു കൊണ്ടാണല്ലോ. ആ മക്കളാണ് ഹോസ്പിറ്റലൈസ് ചെയ്തിരിക്കുന്നതെന്നിരിക്കട്ടെ, നമുക്ക് അവരോടുള്ള സ്നേഹത്തിന്റെ ഭാഗമായുള്ള ത്യാഗത്തിന്റെ വാല്യൂ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എവിടെ നിന്നാണോ ചികിത്സ, ആ ചികിത്സ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാം. ആ മക്കളെക്കാൾ, ആ മാതാപിതാക്കളെക്കാൾ എനിക്ക് എൻ്റെ റസൂലിനെ സ്നേഹിക്കാൻ പറ്റിയിട്ടുണ്ടോ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പ്രവാചകനോടുള്ള സ്നേഹം എന്ന് പറയുന്നത് അത്ര ലളിതമല്ല, അതൊരു ജീവിത നിലപാടായി മാറും എന്നുള്ളതാണ്. ആ പ്രവാചകൻ അങ്ങനെ നമ്മൾ പിൻപറ്റി കഴിഞ്ഞാൽ എൻ്റെ ജീവിത നിലപാട് മാത്രമല്ല, എൻ്റെ ജീവിതം മാറും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് മക്ക മാറിയത്, അതുകൊണ്ടാണ് മക്കയിലെ മുശ്രിക്കുകൾ മാറിയത്, അതുകൊണ്ടാണ് 23 കൊല്ലക്കാലം കൊണ്ട് ലോകത്ത് തുല്യതയില്ലാത്ത ഒരു പുതിയ സമൂഹം ലോകത്ത് പിറന്നു വീണത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവർ പ്രവാചകനെ സ്നേഹിക്കുക എന്നത് അധരവ്യായാമമായിരുന്നില്ല. അവരുടെ പ്രവാചകനോടുള്ള മുഹബ്ബത്ത് അവർക്ക് വേണ്ടപ്പെട്ടത് റസൂലായി മാറി, അവരുടെ ജീവിതത്തിന്റെ വഴികാട്ടിയായി റസൂലായി മാറി. അവർ ജീവിതത്തിൽ മറ്റെല്ലാറ്റിനേക്കാളും മീതെ അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ചോ. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഒരു ഘട്ടത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകനോട് പറഞ്ഞില്ലേ, ലഅൻത അഹബ്ബു ഇലയ്യ മിൻ കുല്ലി ഷൈഇൻ ഇല്ലാ മിൻ നഫ്സി. അള്ളാഹുവിന്റെ റസൂലേ, അങ്ങയോട് എനിക്ക് ഇഷ്ടമാണ്, പക്ഷേ അങ്ങയോട് ഞാൻ ഇഷ്ടപ്പെടുന്നത് എൻ്റെ സ്വന്തം ശരീരം ഒഴികെ മറ്റെല്ലാറ്റിനേക്കാളും എനിക്ക് അങ്ങയോട് ഇഷ്ടമാണ്. എൻ്റെ സ്വന്തം ശരീരം ഒഴികെ മറ്റെല്ലാറ്റിനേക്കാളും എനിക്ക് അങ്ങയോട് ഇഷ്ടമാണ്. ആരാണ് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു? നമുക്ക് എല്ലാവർക്കും അറിയാം. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ലാ വല്ലദീ നഫ്സി ബിയദിഹി ഹത്താ അകൂന ഹബ്ബ ഇലൈക മിൻ നഫ്സിക്. ഒരിക്കലും ഉമറേ നീ മുഅ്മിനാവുകയില്ല, ഒരിക്കലും ഉമറേ നീ മുഅ്മിനാവുകയില്ല, മറ്റെല്ലാറ്റിനേക്കാളും ഏറ്റവും വേണ്ടപ്പെട്ടവനായി ഞാൻ മാറുന്നത് വരെ മുഅ്മിനാവുകയില്ല. ആരാണ് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അള്ളാഹുവിന്റെ റസൂലിനെ ജീവനേക്കാൾ വലുതായി സ്നേഹിച്ച ആളാണ് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. മഹാനായ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ ഘട്ടത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എത്തുന്നതിന് മുമ്പ് പ്രവാചകന്റെ അടുക്കൽ ഉമർ എത്തിയിട്ടുണ്ട്. ഉമർ എത്തിയെങ്കിൽ പോലും ഉമർ റളിയല്ലാഹു അൻഹുവിന് അള്ളാഹുവിന്റെ പ്രവാചകന്റെ വിയോഗം ഉൾക്കൊള്ളാൻ പോലും കഴിയാത്തത്ര പ്രവാചകനെ ജീവനപ്പുറം സ്നേഹിച്ച വ്യക്തിയാണ് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. അള്ളാഹുവിന്റെ പ്രവാചകന്റെ വഫാത്ത് അറിഞ്ഞ ഉടനെ പറഞ്ഞു, വല്ലാഹി മാ മാത റസൂലുള്ളാഹ്, അള്ളാഹുവിന്റെ റസൂലും മരിച്ചിട്ടില്ല. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ്, അള്ളാഹുവിന്റെ റസൂലും മരിച്ചിട്ടില്ല, വഫാത്തായിട്ടില്ല. കാരണം അള്ളാഹുവിന്റെ പ്രവാചകന്റെ വിയോഗത്തെ
ഉൾക്കൊള്ളാൻ പോലും സാധ്യമല്ലാത്ത വിധം മഹാനായ പ്രവാചകനെ അദ്ദേഹം സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നിട്ട് പറയുന്നുണ്ട്, ഇജ്ലിസ് യാ ഉമർ, ഉമർ അങ്ങൊന്ന് ഇരിക്ക. അദ്ദേഹത്തോടൊന്ന് പറയുന്നുണ്ട്, അങ്ങൊന്ന് ഇരിക്ക. അദ്ദേഹം ഇരിക്കാൻ സന്നദ്ധമാകുന്നില്ല. അവസാനം മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ ഘട്ടത്തിലാണ് വിശുദ്ധ ഖുർആനിലെ ഈ സൂക്തം പാരായണം ചെയ്യുന്നത്. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത മിൻ ഖബലിഹി റുസുൽ അഫ ഇൻ മാത ഔ ഖുതില ഖലബ്തും അലാ അഖാബികും വമൻ യൻഖലിബ് അലാ അഖബൈ ഫലൻ യദുറല്ലാഹ ശൈഅ വസയജില്ലാഹു ശാകിരീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പരാമർശിക്കപ്പെട്ട അല്ലാഹുവിന്റെ പ്രവാചകൻ മറ്റു പ്രവാചകന്മാരെ പോലെ ഒരു പ്രവാചകനാണ്. അദ്ദേഹം വധിക്കപ്പെടുകയോ അദ്ദേഹം അല്ലാഹുവിലേക്ക് യാത്രയാവുകയോ കൊല ചെയ്യപ്പെടുകയോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ പുറകോട്ടടിക്കുകയാണോ എന്ന വിശുദ്ധ വേദഗ്രന്ഥത്തിന്റെ വാക്യം ഉച്ചരിച്ചുകൊണ്ടാണ് സിദ്ദീഖുൽ അക്ബർ പിന്നീട് ഉമർ റളിയല്ലാഹു അൻഹുവിനെ കാര്യങ്ങൾ ബോധ്യപ്പെടുന്നത്. ആ ഉമർ റളിയല്ലാഹു അൻഹു അത്രമാത്രം സ്നേഹിച്ച ഉമർ റളിയല്ലാഹു അൻഹു, അങ്ങയെ എനിക്ക് ഇഷ്ടമാണ് റസൂലേ, എന്റെ ശരീരത്തെ കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ റസൂല് തിരുത്തിയ ഉമർ, വല്ലാഹി ലാ ഉമർ ലൻ തുഅ്മിൻ യാ ഉമർ, ഉമറെ നിനക്ക് അങ്ങനെ വിശ്വാസിയാകാൻ പറ്റൂല എന്നാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മളൊരു മാസത്തെ നിശ്ചിത അവധിക്കകത്ത് നമ്മൾ എടുക്കുന്ന ചില പരിപാടികളുടെ ഭാഗമായിട്ട് നമുക്ക് റസൂലിനെ സ്നേഹിക്കാൻ പറ്റൂല. എൻ്റെ റസൂലിനോടുള്ള മുഹബ്ബത്ത് എൻ്റെ ജീവിതത്തിന്റെ മുഴുനീളെ, എൻ്റെ ജീവിതത്തിൽ മുഴുനീളെ എനിക്ക് വേണ്ടപ്പെട്ട മറ്റെല്ലാറ്റിനേക്കാളും മീതെ എൻ്റെ റസൂൽ എൻ്റെ ജീവിതത്തിന്റെ വഴികാട്ടിയാകുമ്പോഴാണ്, എൻ്റെ റസൂലിനെ ഞാൻ സ്നേഹിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ എനിക്ക് പ്രവാചക സ്നേഹിയായി മാറാൻ കഴിയുക എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ കരുതലും ആ കാവലും പ്രവാചകന്റെ സഹാബാക്കൾക്കുള്ളത് കൊണ്ടാണ് ലോകത്ത് തുല്യതയില്ലാത്ത ഒരു സമൂഹത്തിന്റെ പിറവിക്ക് ലോകത്തിന് സാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞത്. മഹാനായ പ്രവാചകൻ മക്ക വിട്ട് മദീനത്തേക്ക് പോകുന്നില്ലേ? മദീനത്തേക്ക് പോകുമ്പോൾ പ്രവാചകനെ വധിക്കാൻ വേണ്ടി ആ വീടിന് ചുറ്റും ആളുകൾ കൂട്ടം കൂടി നിൽക്കുന്നുണ്ട്. ദാറുൻ നദവയിൽ വെച്ച് അവരെടുത്ത യോഗത്തിന്റെ തീരുമാനത്തിന്റെ ഭാഗമായി പ്രവാചകനെ വധിക്കാൻ അവർ നടത്തിയിരിക്കുന്ന തീരുമാനം എന്ന് പറയുന്നത് എല്ലാ ഗോത്രത്തിൽ നിന്നും ഓരോരുത്തർ വേണം. കാരണം പ്രവാചകൻ വധിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ഗോത്രവും അതിനെ ന്യായീകരിക്കാൻ വരാൻ പാടില്ല. അതുകൊണ്ട് എല്ലാ ഗോത്രത്തിൽ നിന്നും ആളുകളെ തെരഞ്ഞെടുത്തിട്ട് പ്രവാചകന്റെ വീട് വളഞ്ഞിരിക്കുന്ന ഘട്ടത്തിൽ പ്രവാചകൻ ഇറങ്ങുമ്പോൾ പ്രവാചകന്റെ വിരിപ്പിൽ ഒരാളെ കിടത്തുന്നുണ്ട്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു കിടക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ, നാളെ പ്രവാചകൻ പുറപ്പെട്ട് കഴിഞ്ഞിട്ട് ശത്രുക്കൾ അകത്ത് കയറി കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂലിന്റെ വിരിപ്പിൽ താനാണെന്നറിഞ്ഞാൽ ഒരു പക്ഷേ പ്രവാചകൻ നഷ്ടപ്പെട്ടിരിക്കുന്നു, കൈവിട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ എന്തും സംഭവിക്കാം. പക്ഷേ സിദ്ദീഖുൽ അക്ബർ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആ വിരിപ്പിൽ കിടന്നിട്ട് റസൂലുള്ളാഹിന്റെ യസ്രിബിലേക്ക്, മദീനയിലേക്കുള്ള യാത്രക്കുള്ള അവസരം ഒരുക്കുകയാണ്. അവർ പ്രവാചകനോടൊപ്പം നിന്നത് അവരുടെ ജീവൻ ബലി കൊടുത്തിട്ടാണ്. അവർ പ്രവാചകനോടൊപ്പം നിന്നത് അവരുടെ ജീവിതത്തെ പ്രവാചകന്റെ വഴിയെ തീരെഴുതി കൊടുത്തിട്ടാണ്. അതില്ലാത്ത പ്രവാചക സ്നേഹത്തിന് അർത്ഥമില്ല സഹോദരന്മാരെ. അതുകൊണ്ട് നമ്മൾ ജീവിതം വേറെ എന്നിട്ട് ഏതെങ്കിലും കാലത്തുള്ള പ്രവാചകനോടുള്ള സ്നേഹപ്രകടനം വേറെ എന്നത് മാറ്റി നിർത്തിയിട്ട് സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിൽ നാം സ്നേഹിക്കുന്ന പ്രവാചകനെ ജീവിതചര്യ, നമ്മുടെ ജീവിതചര്യയുടെ ഭാഗമാക്കി മാറ്റാൻ നമുക്ക് കഴിയുമ്പോഴാണ് നമ്മുടെ വിശ്വാസം പോലും പൂർണ്ണമാവുക എന്ന് നമ്മൾ മനസ്സിലാക്കണം. എൻ്റെ ഈമാൻ പൂർണ്ണമാകണമെങ്കിൽ എനിക്ക് എൻ്റെ ഉപ്പാനേക്കാൾ ഉമ്മാനേക്കാൾ എൻ്റെ കുടുംബത്തേക്കാൾ എനിക്ക് എൻ്റെ റസൂല് പ്രിയപ്പെട്ടവനാവുക എന്നുള്ളത് പ്രധാനമാണ്. സ്ത്രീകൾ അങ്ങനെയാണ്, കുട്ടികൾ അങ്ങനെയാണ്, എല്ലാവരും അങ്ങനെയാണ്. എല്ലാവർക്കും അല്ലാഹുവിന്റെ റസൂൽ എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. നമുക്കറിയാം അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ചരിത്രത്തിൽ പറയുന്നുണ്ട്, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഏതാണ്ട് ബദറിലേക്ക് പുറപ്പെടുന്നുണ്ട്. ബദറിൽ വന്ന റസൂലുള്ളാഹിന്റെ കൂടെ പങ്കെടുക്കാൻ അല്ലാഹുവിന്റെ പ്രവാചകൻ ബദറിലേക്ക് പോകുമ്പോൾ ജലസംഭരണി അടുത്ത് പ്രവാചകൻ തമ്പ് കെട്ടിയപ്പോ ആ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മടക്കി വിടുന്നുണ്ട്. വയസ്സെത്രയാ? 13-ാമത്തെ വയസ്സിൽ മടക്കി വിടുന്നുണ്ട്. ഉഹുദ് യുദ്ധത്തിൽ പോകുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, അന്ന് എനിക്ക് 14-ാമത്തെ വയസ്സാണ്. എൻ്റെ ശരീരബലമൊക്കെ പരിശോധിച്ചിട്ട് ഞാൻ ശാരീരികമായി അതിന്റെ ഫിറ്റല്ല, ബോഡി ഫിറ്റല്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും മടക്കി വിടുന്നുണ്ട്. കുട്ടികൾ പ്രവാചകനോടൊപ്പമാണ്, സ്ത്രീകൾ പ്രവാചകനോടൊപ്പമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഉഹുദ് യുദ്ധത്തിന്റെ സന്ദർഭം നമുക്ക് എല്ലാവർക്കും അറിയാം. ഉഹുദ് യുദ്ധത്തിൽ പ്രവാചകൻ ഒരുപാട് പരീക്ഷിക്കപ്പെട്ട സന്ദർഭമാണ്. അല്ലാഹുവിന്റെ പ്രവാചകന് പരിക്കേറ്റ സന്ദർഭമാണ്. അത്തരം ഒരു സന്ദർഭത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി
വസല്ലം വധിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള വാർത്ത ലോകത്താകെ, അല്ലെങ്കിൽ ആ മക്കയിലാകെ, മദീനയിലാകെ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്. ആ സന്ദർഭത്തിലാണ് ബനൂ നദീർ ഗോത്രത്തിലെ ഒരു സ്ത്രീ ഓടി വരുന്നത്. അവർ ഓടി വരുന്നത് യുദ്ധക്കളത്തിലേക്കാണ്. അവർ യുദ്ധക്കളത്തിലേക്ക് ഓടി വരുന്ന ഘട്ടത്തിൽ അവർക്ക് വാർത്ത കിട്ടുന്നുണ്ട്. കിട്ടുന്ന വാർത്ത എന്താണെന്നല്ലേ? അങ്ങയുടെ ഭർത്താവ് അല്ലാഹുവിലേക്ക് യാത്രയായിട്ടുണ്ട്, രക്തസാക്ഷിത്വം വഹിച്ചിട്ടുണ്ട്. അങ്ങയുടെ മകൻ രക്തസാക്ഷിത്വം വഹിച്ചിട്ടുണ്ട്. അങ്ങയുടെ സഹോദരൻ രക്തസാക്ഷിത്വം വഹിച്ചിട്ടുണ്ട്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഈ വാർത്ത എത്രമാത്രം ആഘാതമുള്ള വാർത്തയാണ്. യുദ്ധക്കളത്തിൽ മഹാനായ റസൂലുള്ളാഹിന്റെ വധിക്കപ്പെട്ടിരിക്കുന്നു എന്ന വാർത്ത കേട്ടിട്ട് ആകുലപ്പെട്ട് ആശങ്കപ്പെട്ട് യുദ്ധക്കളത്തിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന ഈ വനിതയോട് പറയാ, ഭർത്താവ് മരണപ്പെട്ടിട്ടുണ്ട്, ഷഹീദായിട്ടുണ്ട്, സഹോദരൻ ഷഹീദായിട്ടുണ്ട്, മകൻ ഷഹീദായിട്ടുണ്ട്. എല്ലാം കഴിഞ്ഞിട്ട് അവർ ചോദിക്കുന്നുണ്ട്, മാ ഫഅല റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന് എന്താണ് പറ്റിയത്? ഖാലൂ ഖൈറൻ യാ ഉമ്മ ഫുലാൻ, തീർച്ചയായിട്ടും അവർക്കൊന്നും പറ്റിയിട്ടില്ല, അവർക്ക് റാഹത്താൻ. ആ സന്ദർഭത്തിൽ അവർ ചോദിക്കുന്നുണ്ട്, അറൂനിഹി അത്താൻദുറയിലൈഹി, എനിക്ക് കാണാൻ അല്ലാഹുവിന്റെ റസൂലിനെ എനിക്കൊന്ന് കാണണം. ദൂരദിക്കിൽ നിന്ന് അവർ പ്രവാചകനെ കാണിച്ചു കൊടുത്തു. ഫഅശാറൂ ലഹാ ഇലൈഹി ഹത്താ ഇദാ റഅതുഹു ഖാലത് കുല്ലു മുസീബത്തിൻ ബഅദക ജലൽ, തീർച്ചയായിട്ടും എല്ലാ മുസീബത്തും എല്ലാ പരീക്ഷണങ്ങളും അങ്ങയുണ്ടോ, അതിനുശേഷം എല്ലാം ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതാണ്. ഇതാണ് പ്രവാചകനോടുള്ള മുഹബ്ബത്ത്. നമുക്ക് സാധ്യമാണോ? നിങ്ങൾ ആലോചിച്ച് നോക്കോ. ഈ മഹദി ഇതെല്ലാം കഴിഞ്ഞിട്ട് റസൂലുള്ള ജീവിച്ചിരിപ്പുണ്ട്, അൽഹംദുലില്ലാഹ്. ഇത് ജീവിതം കൊണ്ടാണ് അവർ പ്രവാചകനോടുള്ള ആ സ്നേഹത്തടയാളപ്പെടുന്നത്. അതുകൊണ്ടാണ് പ്രവാചക സ്നേഹത്തിന്റെ ആഴം കണ്ടെത്താൻ, പ്രവാചക സ്നേഹത്തിന്റെ അർത്ഥം മനസ്സിലാക്കാൻ, പ്രിയമുള്ളവരെ, നമുക്കൊരു മാസം മതിയാകില്ല. അതിന് കൊടുക്കേണ്ട വില ജീവിതമാണ്, അതിന് കൊടുക്കേണ്ട വില ജീവനാണ്. നമുക്കറിയാലോ, ഈ ഇതുപോലുള്ള ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. സയ്യിദ് ബിൻ ദുസന്ന റളിയല്ലാഹു അൻഹു, അല്ലാഹുവിന്റെ പ്രവാചകൻ മക്കയിൽ മുശ്രിക്കുകൾ ചില സൈനികമായ ഇടപെടലുകൾ നടത്താനിരിക്കുന്നു എന്നറിവാകുന്ന ഒരു സന്ദർഭത്തിൽ അത് പഠിക്കാനും മനസ്സിലാക്കാനും വേണ്ടി 10 അംഗ സംഘത്തെ വിട്ടപ്പോ ആ സംഘത്തിൽ നിന്ന് പിടികൂടപ്പെട്ടിട്ട് മക്കയിൽ കൊണ്ടുവന്ന് വിൽപ്പന നടത്തപ്പെട്ട എന്നിട്ട് തൂക്കിലേറ്റപ്പെടാൻ പോകുന്ന ഒരു സന്ദർഭമാണ് യഥാർത്ഥത്തിൽ സയ്യിദ് ബിൻ ദുസന്ന റളിയല്ലാഹു അൻഹുവിന് സംഭവിക്കാൻ പോകുന്നത്. അങ്ങനെ അദ്ദേഹത്തെ തൂക്കിലേറ്റാൻ നേരത്ത് അദ്ദേഹത്തോട് അബൂ സുഫിയാൻ വന്നുകൊണ്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അത് ചരിത്രത്തിൽ വളരെ പ്രസിദ്ധമായ, അതുപോലെ തന്നെ ചരിത്രത്തിൽ പലപ്പോഴും നമ്മളെല്ലാവരും ഉദ്ധരിക്കാറുള്ള ഒരു ചോദ്യമാണ്. അൻഷദക്കല്ലാഹു യാ സയ്യിദ്, തീർച്ചയായിട്ടും സയ്യിദ് നിനക്കൊരു ഓഫർ നൽകാൻ പോവുകയാണ്. അത്ഹിബ്ബു അന്ന മുഹമ്മദൻ ഇൻദനൽ ആൻ ഫീ മക്കാനിക നദ്രിബൂനഖഹു വഅന്നക ഫീ അഹ്ലിക. മറ്റൊന്നുമല്ല സയ്യിദേ, നിന്നെ ഞങ്ങൾ വെറുതെ വിട്ടേക്കാം, നിന്റെ സ്ഥാനത്ത് നീ മുഹമ്മദിനെ തരിക, പകരം നിന്റെ വീട്ടിലേക്ക് വിട്ടേക്കുക. അത് നീ ഇഷ്ടപ്പെടുമോ എന്നാണ് ചോദ്യം. സയ്യിദിനോടാണ് ചോദ്യം. എപ്പോഴാണ് ചോദ്യം എന്നറിയാമോ? ജീവൻ എന്ന് പറയുന്നത്, ജീവന്റെ തുടിപ്പ് അവസാനിക്കാൻ നിൽക്കുന്ന, അവസാനം വധശിക്ഷ നടപ്പാക്കാനിരിക്കുന്ന ഘട്ടത്തിലുള്ള ചോദ്യമാണ്. സയ്യിദ് നിനക്കൊരു ഓപ്പർച്യൂണിറ്റി തരുന്നു, നിന്റെ സ്ഥാനത്ത് മുഹമ്മദിനെ കൊണ്ടുവെക്കുന്നു, നിന്റെ വീട്ടിലേക്ക് വിടുന്നു. വല്ലാഹി മാ ഉഹിബ്ബു അന്ന മുഹമ്മദൻ അൽആൻ ഫീ മകാനിഹി അല്ലദീ ഹുവ ഫീഹി തുസിബുഹു ശൗഖത്തുൻ തുഅദീഹി വഅന്നി ജാലിസുൻ ഫീ അഹ്ലി. നിങ്ങൾ എന്നോട് ചോദിച്ചത് എൻ്റെ റസൂലിനെ നിങ്ങൾ എൻ്റെ സ്ഥാനത്ത് വെച്ചിട്ട്, എന്നിട്ട് എന്നെ എൻ്റെ വീട്ടിലേക്ക് ഒരു ജീവിതം തിരികെ തന്നിട്ട് എൻ്റെ വീട്ടിലേക്ക് നിങ്ങൾ യാത്രയാക്കാമെന്നല്ലേ? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഞാൻ ഇവിടെ കിടക്കുന്നതിന് പകരം എൻ്റെ റസൂലിന്റെ കാലിൽ ഒരു മുള്ള് തറക്കുന്നത് പോലും എനിക്ക് സഹിക്കാൻ സാധ്യമല്ല. പ്രിയമുള്ളവരെ, ഇതല്ലേ പ്രവാചകനോടുള്ള മുഹബ്ബത്ത്? അതാണ് ജീവനപ്പുറത്തേക്കുള്ള റസൂലിനോടുള്ള മുഹബ്ബത്ത് എന്ന് പറയുന്നത്. ആ ഘട്ടത്തിലാണ് യഥാർത്ഥത്തിൽ അബൂ സുഫിയാൻ പറഞ്ഞത്. അബൂ സുഫിയാന്റെ ഈ വാചകമാണ് പ്രസിദ്ധം. അദ്ദേഹം പറഞ്ഞു, മാ റഅയ്തു മിനന്നാസി അഹദൻ യുഹിബ്ബു അഹദൻ കഹുബ്ബി അസ്ഹാബി മുഹമ്മദിൻ മുഹമ്മദ. ലോകത്ത് മുഹമ്മദിന്റെ അനുചരന്മാർ സ്നേഹിക്കുന്നത് പോലെ ഒരാളും സ്നേഹിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്ന സന്ദർഭത്തിൽ അബൂ സുഫിയാൻ പറയുകയാണ്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പ്രവാചകനോടുള്ള മുഹബ്ബത്ത് എന്ന് പറയുന്നത് ലളിതമല്ല, ഗൗരവമുള്ള ജീവിത സമീപനമാണ്. പലതും നമുക്ക് വേണ്ടെന്ന് വെക്കാൻ കഴിയുന്ന, പലതും നമുക്ക് സ്വീകരിക്കേണ്ടതായിട്ട് വരുന്ന, മറ്റെല്ലാറ്റിനെയും അവഗണിക്കേണ്ടി വരുന്ന ഏറ്റവും ഉജ്ജ്വലമായ ഒരു നിലപാടിന്റെ പേരാണ് ഹുബ്ബുർ റസൂൽ എന്ന് പറയുന്നത്. ഹുബ്ബുർ റസൂലിന് ഒരു ജനത കൊടുത്തത്,
അവരുടെ ജീവിതമാണ്. ലോകത്ത് ചരിത്രത്തിൽ രക്തസാക്ഷിത്വത്തിലൂടെ അതുപോലെ തന്നെ ജീവിതത്തിലൂടെ ഒരു ജനത ഒരു ജനത അടയാളപ്പെടുത്തിയ ഹുബ്ബുർ റസൂലിനെ നമ്മൾ കളിയാക്കാൻ പാടില്ല എന്നാണ് ഞാൻ പറയുക. ജീവിതം കൊടുക്കാതെ, ജീവൻ കൊടുക്കാതെ, ജീവിതത്തിൽ വേണ്ടപ്പെട്ടതൊന്നും കൊടുക്കാതെ അത്തര വ്യായാമം കൊണ്ട് അവസാനിപ്പിക്കുന്ന ഒന്നല്ല യഥാർത്ഥത്തിൽ പ്രവാചകനോടുള്ള മുഹബ്ബത്ത് എന്ന് പറയുന്നത്. എൻ്റെ ജീവിത നിലപാടുകൾ ആ മുഹബ്ബത്തിന്റെ അടിസ്ഥാനത്തിൽ മാറ്റാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയേണ്ടതാണ്. അവരുടെ വികാരമായിരുന്നു റസൂലുള്ളാഹിനോടുള്ള സ്നേഹം എന്ന് പറയുന്നത്. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹുവിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? അള്ളാഹുവിന്റെ പ്രവാചകൻ ഇസ്ലാമിക ചരിത്രത്തിൽ ശ്രദ്ധേയമായ ഇടം കൊടുത്ത വ്യക്തിത്വമാണ് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു. ആ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു ലമ്മാ തുഫിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്ദന ബിലാൽ വറസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലയഖബർ. അള്ളാഹുവിന്റെ പ്രവാചകൻ വഫാത്തായി കിടക്കുകയാണ്. ആ സന്ദർഭത്തിൽ പ്രവാചകന്റെ ജനാദ ഖബറടക്കം നടത്തിയിട്ടില്ല. ആ ഘട്ടത്തിലാണ് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു ബാങ്ക് വിളിക്കുന്നത്. ആ ബാങ്ക് വിളിച്ച കഥ പറയുന്നുണ്ട്. ഫകാന ഇദാ ഖാല അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് ഇൻതഹബൻ നാസു ഫിൽ മസ്ജിദി ഫലമ്മാ ദുഫിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലഹു അബൂബക്കർ അസീൻ. ആ സന്ദർഭത്തിൽ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഖബറടക്കുന്നതിന് മുമ്പ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനാദ അവിടെ കിടക്കുമ്പോഴാണ് ബാങ്ക് വിളിക്കുന്നത്. ബാങ്ക് വിളിച്ചതോടുകൂടി അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞപ്പോൾ ആ ജനത തേങ്ങി കരഞ്ഞു. പ്രവാചകന്റെ ജനാദ ഖബറടക്കിയതിനു ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നിട്ട് ബിലാലിനോട് പറയുന്നുണ്ട്, ഖാല ലഹു അബൂബക്കർ അദ്ദീൻ. അബൂബക്കർ പറയുന്നുണ്ട് ബാങ്ക് കൊടുക്കുക എന്ന്. ബാങ്ക് കൊടുക്കുക എന്ന് പറയുമ്പോ മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു ബാങ്ക് കൊടുക്കാൻ സന്നദ്ധമാകുന്നില്ല, അദ്ദേഹത്തിന് കഴിയുന്നില്ല എന്നതാണ് ശരി. ഇൻ കുൻത ഇന്നമാ അത്തഖ്തനി ലി അൻ അകൂന മഅക ഫസീബിലുൻ ദാലിക. അഥവാ ഒരു ചരിത്രമുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ബിലാലിനോട് പറയാൻ അബൂബക്കറിന് ഒരു ചരിത്രമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ ഉമയ്യത്തിന്റെ ചാട്ടവാറടയിൽ നിന്ന് മോചനദ്രവ്യം കൊടുത്ത് മരുഭൂമിയിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് അബൂബക്കറാൻ. അതുകൊണ്ട് ആ ഘട്ടത്തിൽ ബിലാൽ ചോദിക്കുന്നുണ്ട്, അങ്ങനെ മരുഭൂമിയിൽ നിന്ന് ഉമയ്യത്തിന്റെ ചാട്ടവാറടയിൽ നിന്ന് വിമോചിപ്പിച്ചതിന്റെ തിണ്ണബലത്തിലാണോ അങ്ങനെ ആ അർത്ഥത്തിൽ എന്നോട് കൽപ്പിക്കുന്നത്? അങ്ങനെ അങ്ങ് കൽപ്പിച്ചാൽ ഞാൻ സന്നദ്ധമാണ്. അതല്ല, അങ്ങനെ മോചിപ്പിച്ചത് അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടാണോ? എങ്കിൽ എനിക്കത് സാധ്യമല്ല എന്ന് പറയുന്ന ഘട്ടത്തിൽ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ആ സന്ദർഭത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നത്, ഇന്നി ലാ ഉദ്ദിനു ലി അഹദിൻ ബഅദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂലിന് ശേഷം ഞാൻ ഒരാൾക്ക് വേണ്ടിയിട്ടും ബാങ്ക് കൊടുക്കൂല. അപ്പോഴാണ് സിദ്ദീഖ് അക്ബർ റളിയല്ലാഹു അൻഹു പറയുന്നത്, അങ്ങയുടെ വഴി സ്വീകരിക്കാമെന്ന്. അന്നാണ് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു ഷാമിലേക്ക് പോകുന്നത്. പ്രവാചകന്റെ വഫാത്തിന് ശേഷം പ്രവാചകന്റെ ബാങ്കുലിയിൽ പ്രവാചകനെ പരാമർശിക്കുമ്പോൾ വിങ്ങിപ്പൊട്ടുന്ന ബിലാൽ. ഞാൻ പറഞ്ഞു വരുന്നത്, പ്രവാചകനോടുള്ള മുഹബ്ബത്ത് ഹൃദയാന്തരങ്ങളിലുള്ള ഒരു ജനത അവരുടെ വികാരം പ്രവാചകനായി മാറും, അവരുടെ വിചാരം പ്രവാചകനായി മാറും, അവരുടെ ജീവിതത്തിന്റെ വഴികാട്ടി പ്രവാചകനായി മാറും. കുറെ കാലം കഴിഞ്ഞോ. അങ്ങനെ കുറെ കാലം കഴിഞ്ഞിട്ട് ആ വഴിയെ, ഷാം വഴിയെ യഥാർത്ഥത്തിൽ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു കടന്നു പോകുന്നുണ്ട്. അങ്ങനെ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു കടന്നു പോകുമ്പോ അവിടെ ബിലാലുണ്ട്. ആ കൂട്ടത്തിലുള്ള ഒരുപാട് ആളുകൾ മുസ്ലിമൂന ഉമറിനോട് പറഞ്ഞു, ബിലാലൻ അഥവാ അവർക്ക് വേണ്ടിയിട്ട് ബാങ്ക് കൊടുക്കാൻ വേണ്ടി ബിലാൽ ഇബ്നു റബാഹിനോട് പറയണമെന്നാണ് ആവശ്യം. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. അങ്ങനെ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു വർഷങ്ങൾക്ക് ശേഷം ബാങ്ക് കൊടുത്തു, അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ചരിത്രം പറയുന്നത്, ഫലൻ യുറാ യൗമൻ അക്സറു ബാക്കിയം മിൻഹും യൗമഇദിൻ ദിക്റൻ മിൻഹും ലിനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അന്നാ ജനത കരഞ്ഞതുപോലെ ആ ജനത വേറെ കരഞ്ഞിട്ടില്ല എന്നാണ്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇതല്ലേ റസൂലുള്ളാഹിനോടുള്ള സ്നേഹം. നമുക്ക് മുഹബ്ബത്തുണ്ടോ? നമ്മുടെ ജീവനേക്കാൾ വലുത് നമുക്ക് റസൂലാണോ? നമ്മുടെ ജീവിതത്തെക്കാൾ വലുത് നമുക്ക് റസൂലാണോ? റസൂലുള്ളാഹിന്റെ തിരുചര്യയും എൻ്റെ ജീവിത നിലപാടും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഘട്ടത്തിൽ ജീവിത നിലപാടിൽ എൻ്റെ ഭൗതികമായ സന്നാഹങ്ങളെയും താല്പര്യങ്ങളെയും തൃണവൽക്കരിച്ചുകൊണ്ട് റസൂലുള്ളാഹിന്റെ തിരുചര്യയിൽ ഇസ്തിഖാമത്തോടുകൂടി നിലകൊള്ളാൻ ഞാൻ സന്നദ്ധമാണോ? അതാണ് പ്രവാചകനോടുള്ള മുഹബ്ബത്ത്. അതായിരിക്കണം പ്രവാചകനോടുള്ള മുഹബ്ബത്ത്. നമുക്കറിയാലോ, ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ മുമ്പിൽ, ഇതുപോലെ ഒരുപാട് സംഭവങ്ങളുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറെ ഇഷ്ടപ്പെട്ട, പ്രവാചകൻ മോചിപ്പിച്ച അടിമയായിരുന്നു സൗബാൻ റളിയല്ലാഹു അൻഹു.
അദ്ദേഹം അള്ളാന്റെ റസൂലിന് മുമ്പിൽ വരുമ്പോൾ അദ്ദേഹം വല്ലാതെ ക്ഷീണിച്ചിട്ടുണ്ട്, ദുഃഖിതനാൻ. മുഖത്ത് ദുഃഖമുണ്ട്, തടിയാകെ ക്ഷീണിച്ചിട്ടുണ്ട്, സങ്കടപ്പാടുണ്ട്. ആ ഘട്ടത്തിൽ സൗബാനോട് ചോദിക്കുന്നുണ്ട്, യാ സൗബാൻ മാ ഗയ്യറ ലൗനക, എന്ത് പറ്റി? നിന്റെ നിറം മാറി, നിന്റെ മുഖം മാറി, നിന്റെ തടി ക്ഷീണിച്ചോ, നിനക്കെന്താ പറ്റിയതാ? ഒരു ജനത റസൂലുള്ളാഹിനെ എങ്ങനെ സ്വീകരിച്ചു എന്നതാണ്. നമ്മൾ രാവിലെ എണീക്കുന്നുണ്ട്, വൈകുന്നേരം ആകുന്നുണ്ട്, കിടന്നുറങ്ങുന്നുണ്ട്, പോകുന്നുണ്ട്, സ്വലാത്ത് ചെല്ലുന്നുണ്ട്. പക്ഷെ ഹൃദയം തൊട്ട് റസൂലുള്ളാഹിനെ, ഹൃദയം തൊട്ട് ജീവിതത്തെ നമ്മൾ പ്രവാചകചര്യയുമായി ബന്ധിപ്പിക്കാൻ എത്രമാത്രം നമ്മൾ ശ്രദ്ധിക്കാറുള്ളത്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറയുമ്പോൾ ആ സൗബാൻ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അല്ലാഹുവിൻ്റെ പ്രവാചകരെ, മാ ബിൻ ദുർരിൻ വലാ വജഹിൻ, എനിക്കൊരു പ്രശ്നമല്ല, അങ്ങയെ കാണാതിരിക്കുമ്പോഴാണ് എനിക്ക് പ്രശ്നം, അങ്ങയുമായി അകലം കിട്ടുമ്പോഴാണ് പ്രശ്നം, അങ്ങയോട് അടുക്കുമ്പോഴാണ് എനിക്ക് അല്പമെങ്കിലും ആശ്വാസം. മാത്രമല്ല അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ഭയപ്പെടുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ആഖിറത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അങ്ങനെ കാണാൻ പറ്റൂലേ എന്നുള്ളതാണ്. ആഖിറത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അങ്ങെങ്ങാനും വഫാത്തായി കഴിഞ്ഞാൽ, ഞാനും വഫാത്തായി കഴിഞ്ഞാൽ അങ്ങ് ഉന്നത സ്ഥാനത്തായിരിക്കും. ഞാൻ പാവപ്പെട്ടൊരു സൗബാനാണ്. ഈ പാവപ്പെട്ട സൗബാൻ എങ്ങനെ അള്ളാഹുവിന്റെ റസൂലുള്ളാഹിന്റെ ദറജയിലേക്ക് എത്തും എന്നതാണ് എൻ്റെ ചോദ്യം. എൻ്റെ പേടിയതാണ്, എൻ്റെ സങ്കടം അതാണ്. മാത്രമല്ല അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, ഞാനെങ്ങാനും സ്വർഗത്തിലെത്തിയില്ലെങ്കിലോ എനിക്ക് എൻ്റെ റസൂലിനെ എങ്ങനെ കാണാനാണ്? വിശുദ്ധ ഖുർആനിലോ ചരിത്രം പറയുന്നത് അതിനുശേഷമാണ്. അതിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ ഈ ആയത്തിറങ്ങിയത്. അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്നവരാരോ അവർ സ്വർഗത്തിൽ അള്ളാഹിന്റെ കൂടെ, റസൂലിന്റെ കൂടെയാണ്, സിദ്ദീഖീങ്ങളുടെ കൂടെയാണ്, ശുഹദാക്കളുടെ കൂടെയാണ്. മാത്രമല്ല ഖുർആൻ പറഞ്ഞു, വഹസന ഉലൈക റഫീഖ, എത്ര നല്ല കൂട്ടുകെട്ടാണ്, എത്ര നല്ല കൂട്ടാണ്. അള്ളാഹു അത്തരം സൗഭാഗ്യവാന്മാരെ നമ്മളൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിന് ചെറിയ വില പോരാ, വലിയ വില വേണം. അതിന് വാക്ക് പോരാ, അതിന് ജീവിതം കൊടുക്കണം. എനിക്കെൻ്റെ ജീവിതം കൊടുക്കാൻ പറ്റണം. പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മളൊക്കെ ചരിത്രത്തിൽ നിന്ന് വായിക്കുക. 14 നൂറ്റാണ്ട് മുമ്പ് ഒരു ജനത റസൂലുള്ളാഹി എന്ന് പറയുന്ന ഒരു അധ്യായത്തെ തന്നെ ചരിത്രത്തിൽ നിന്ന് തുടച്ചു നീക്കാൻ വേണ്ടി ബഹിഷ്കരണവും അതുപോലെ തന്നെ പ്രവാചകനെ വധിക്കാനൊക്കെ ഗൂഢാലോചന നടത്തി. അതിനെയൊക്കെ നേരിട്ട് പ്രവാചക തിരുചര്യയെ നെഞ്ചേറ്റി ഒരു പുതിയ സമൂഹത്തിന് പിറവി കൊടുത്ത സ്വഹാബാക്കൾ കൊടുത്ത സ്നേഹം ഈ കാലഘട്ടത്തിൽ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ആ പ്രവാചകനെ ഭീകരവൽക്കരിക്കാൻ ശ്രമിക്കുമ്പോൾ, ആ പ്രവാചകൻ ഏറ്റവും അതുപോലെ തന്നെ അപരിഷ്കൃതനാക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്കാർക്കും ഒരു അസ്വസ്ഥതയും ഇല്ലെങ്കിൽ നമ്മുടെ സ്നേഹത്തിൻ്റെ അർത്ഥം എന്താ? എൻ്റെ അപ്പാനെ പറഞ്ഞാൽ എനിക്ക് പൊള്ളുവോ? എൻ്റെ അമ്മാനെ പറഞ്ഞാൽ എനിക്ക് പൊള്ളുവോ? എൻ്റെ മക്കളെ പറഞ്ഞാൽ എനിക്ക് പൊള്ളുവോ? എൻ്റെ റസൂലുള്ളാഹിനെ സോഷ്യൽ മീഡിയയിൽ, അതല്ല ലോകത്തുള്ള എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച്, പ്രൊജക്ട് ഉപയോഗിച്ച് ഞാൻ ഇഷ്ടപ്പെടുന്ന എൻ്റെ മഹാനായ പ്രവാചകന്റെ തിരുചര്യയെ ഏറ്റവും ഭീകരമായി ചിത്രീകരിക്കുന്ന ഒരു കാലത്ത് എനിക്കതിനോടൊന്നും ചെയ്യാനില്ലെങ്കിൽ എന്ത് മുഹബ്ബത്താണ്, എന്ത് ഹുബ്ബുർ റസൂലാൻ. അതുകൊണ്ട് ഈ കാലഘട്ടത്തിലുള്ള ഹുബ്ബുർ റസൂൽ ജീവിത നിലപാടാണ്, ഗൗരവമുള്ള നിലപാടാണ്, ത്യാഗികൾക്ക് പറഞ്ഞതാണ്, സമർപ്പണത്തിന്റെ വഴിത്താരയാണ്. അതുവഴിയുള്ള സാമൂഹ്യ ജീവിതത്തിൽ മഹാവിപ്ലവത്തിന് നാന്ദി കുറിക്കുന്നതിൻ്റെ തുടക്കമാണ്. അങ്ങനെ നമ്മൾ പ്രവാചകനെ ഇഷ്ടപ്പെടാൻ പറ്റണം. പ്രിയമുള്ള സുഹൃത്തുക്കളെ, അതിനാകട്ടെ ഇതുപോലുള്ള സംഗമം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രവാചകനുമായി ബന്ധപ്പെട്ട് ഈ കാലഘട്ടത്തിൽ ഉമ്മത്തിന് ശരിയായ സാക്ഷരത കൊടുക്കാനാണ്. ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ തന്നെയാണ്, ഉമ്മത്തിന് ശരിയായ സാക്ഷരത കൊടുക്കാനാണ്. അതുകൊണ്ട് ഈ കാലഘട്ടം എന്ന് പറയുന്നത്, ഹുബ്ബുർ റസൂൽ എന്ന് പറയുന്നത്, ഞാൻ പറയുക പ്രവാചക തിരുമേനിക്കെതിരെയുള്ള പൊതുബോധത്തിനെതിരെയുള്ള ആദർശ പോരാട്ടത്തെ അടയാളപ്പെടുത്താൻ മുസ്ലിം ഉമ്മത്തിന് കഴിഞ്ഞാൽ അതാണ് ഹുബ്ബുർ റസൂൽ എന്ന് പറയുന്നത്. ആ അർത്ഥത്തിൽ മഹാനായ പ്രവാചകനോട് ജീവിതം കൊണ്ട് സ്നേഹം പ്രകടിപ്പിക്കാൻ, ആ സ്നേഹത്തെ സാക്ഷ്യപ്പെടുത്താൻ നമുക്ക് അല്ലാഹു എല്ലാ അർത്ഥത്തിലുമുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ തിരുനാമത്തിൽ ഈ മഹത്തായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസ്മരിക്കുകയും പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുകയും പ്രവാചകന്റെ തിരുജീവിതത്തെക്കുറിച്ച് പഠിക്കുകയും പഠിപ്പിക്കുകയും ജീവിതത്തിൽ തിരിച്ചറിവ് നേടുകയും. ഒറ്റ കാര്യം പറയാം, ഇനി ഒരുപാട് പ്രഭാഷകർ വരാണ്ട്, നിങ്ങൾ കഥ കേട്ട് പോകരുത്.
നിങ്ങൾ ചരിത്രം കേട്ട് പോകരുത്. നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ ജീവിതത്തെ മുൻനിർത്തിയിട്ട് പ്രവാചകനെ കേട്ടിട്ട് പോകണം. എന്നിട്ട് നിങ്ങൾ വീട്ടിൽ പോയിട്ട് എൻ്റെ ജീവിത ലൈൻ ഇതാണോ അതല്ല എൻ്റെ റസൂലുള്ളാഹിൻ്റെ വഴിയിലേക്ക് എൻ്റെ ജീവിത ലൈന് മാറേണ്ടതുണ്ടോ മാറ്റേണ്ടതുണ്ടോ എന്ന് തീരുമാനിച്ചാൽ ഈ ഹാളും ഈ സംവിധാനവും ഈ മൈക്കും ഞങ്ങൾ പല ഭാഗത്തു നിന്നും ഇവിടെ വന്നതും ഞങ്ങൾ പറഞ്ഞതും ഞങ്ങൾ പ്രാർത്ഥിച്ചതൊക്കെ റാഹത്താണ്. അതല്ല എങ്കിൽ ഞങ്ങൾക്ക് കൂലിയിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സമയവും വെറുതെയാണ്. നാഥൻ അത്തരം എല്ലാ അർത്ഥത്തിനുമുള്ള അപകടങ്ങളിൽ നിന്ന് നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഹൈറായ ഹൈറായ ഉമ്മത്തിൻ്റെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നിടത്ത് പ്രവാചകനെ വഴികാട്ടിയായി സ്വീകരിച്ച് മുന്നോട്ട് പോകാനുള്ള വെളിച്ചവും തെളിച്ചവും പ്രദാനം ചെയ്യട്ടെ. വാഹൃദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.